Dears, welcome back to Fashion Week Designs. ഒരു ബ്യൂട്ടിഫുൾ ആളാണ് നമുക്ക് റെഗുലർ വെയർ ആയിട്ടും ഈ ഒരു റെയിനി സീസണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് കാണാൻ പോവുക. റോജൂട്ട് ഫാബ്രിക്കിലാണ് 4 കളർ ഷെയ്ഡ്സ് ആണ്. ഇതൊരു ഡസ്റ്റി ലെവൻഡർ ടോണിലാണ് വരുന്നത്. ഒരു വെറൈറ്റി ഷെയ്ഡ്, പിന്നെ ഗ്രീൻ മിന്റ് ഗ്രീൻ്റെ ഷെയ്ഡ് ഉണ്ട്, ഒരു ലെമൺ യെല്ലോയുടെ ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ നല്ലൊരു പീച്ച് പിങ്കിൻ്റെ ടോൺ വരുന്നുണ്ട്. ഇതിൽ ഹെവി ആയിട്ട് ഇങ്ങനെ ലക്നവി സ്റ്റൈൽ വർക്കും. ഇതിൻ്റെ ബോർഡർ നോക്കി, ഹെവി ബോർഡറാണ്. അതിൽ ലേസ് ബോർഡറും കൂടെ ലോവർ പാർട്ടിൽ ഇങ്ങനെ ഡയമണ്ടിൽ ലേസ് ബോർഡറും കൂടെ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിലിംഗ് കാണാം. വന്നിരിക്കുന്ന ഒരു പിങ്കിഷ് ടോണിലാണ് വന്നിരിക്കുന്നത്. അതിൽ ലക്നവി സ്റ്റൈൽ എംബ്രോയിഡറി വർക്കാണ് ടോപ്പ് ഓൾ ഓവർ. ആൻഡ് ഇതാണ് അതിൻ്റെ ദാമൻ ബോർഡർ കൊടുത്തിരിക്കുന്നത്. അതിൽ ചെറിയ ലേസ് പാച്ച് ഇടയ്ക്കും വരുന്നുണ്ട്. ആൻഡ് ദാമൻ പോർഷനിലും ആ ഒരു ലേസ് പാച്ച് വന്നിട്ടുണ്ട്. ഒരു റെഗുലർ വിയർ സ്റ്റൈലിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. അധികം ഈ ഒരു മഴക്കാലത്താണെങ്കിലും യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിരിക്കും. ജൂട്ടല്ലേ, റോജൂട്ട് ഫാബ്രിക് ആണ് ടോപ്പിൽ വന്നേക്കുക. കോട്ടൺ ബോട്ടം. ദുപ്പട്ട വന്നിട്ടും സെയിം കളറിൽ തന്നെ ഇതുണ്ട്. ഫുൾ വർക്ക് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ്. അതിൻ്റെ ബോർഡറിൽ ലേസ് വർക്കും അതിൻ്റെ സെൻറ്റർ പോർഷനിലാണ് ഇതുപോലെ ഒരു ലക്നോവി വർക്ക് ചെയ്തേക്കുന്നത്. ആൻഡ് ഇത് ബോർഡർ നല്ല ഹെവി ആക്കിയേക്കുവാണ്. അതും ഹെവി, നമ്മുടെ ദാമൻ പോലെ തന്നെ ഹെവി ആയിട്ട് വരുന്നൊരു ബോർഡറാണ് ദുപ്പട്ടയിൽ ചെയ്തേക്കുക. ടോൺ ടു ടോൺ ചാർട്ടിലാണ് ഈ ഒരു സെറ്റ് വന്നേക്കുക. ഇതാണ് അടുത്ത ഷെയ്ഡ്, ഗ്രീൻ ടോൺ ആണ്. നല്ലൊരു ലൈറ്റ് മിന്റ് ഗ്രീൻ ആണ്. വീഡിയോയിൽ ബ്ലൂ ആയിട്ടാണ് ഈ ഒരു കളർ വരുന്നത്. ബ്ലൂ അല്ല, ഗ്രീൻ്റെ ടോണിലാണ് വരുന്നത്. നല്ല കളർ ഷെയ്ഡാണ്, അല്ലെങ്കിൽ ഒരു സീ ഗ്രീൻ ഒക്കെ പോലെ നിൽക്കുന്ന പോലത്തെ നല്ല കളർ ഷെയ്ഡാണ്. എല്ലാത്തിലും ഈ ഒരു വൈറ്റ് ടോണിലാണ് ഈ എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നത്. ലക്നോവി വർക്കാണ്. ഹെവി ഡയമൻ ആൻഡ് ദുപ്പട്ടയുടെയും ബോർഡർ നോക്കിയേ വളരെ ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ സെൻറ്ററിൽ വരുമ്പോഴും നല്ല ഹെവി ആയിട്ട് ദുപ്പട്ടയിലെ വർക്ക് വരുന്നുണ്ട്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും കിടക്കുന്ന ദുപ്പട്ടയാണ്. ബോർഡർ ലേസ് പാച്ച്, ടോപ്പിൽ ഡയമണ്ടിലാണ് ആ ഒരു ലേസ് കൊടുത്തേക്കുക. ഇത് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ലെമൺ ഷെയ്ഡ് ആണ്. അത് യെല്ലോ ആണ് ഇതിൽ കൂടുതലും ഹൈലൈറ്റഡ്. ഗ്രീൻ ബ്ലെൻഡ് ആണ്, എന്നാലും യെല്ലോ ആണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഹൈലൈറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വന്നിരിക്കുന്ന സെയിം കളറിലുള്ള ബോട്ടം, വൈറ്റ് ഷെയ്ഡിലാണ് ആ ഒരു ലക്നവി വർക്ക് ചെയ്തിരിക്കുന്നത്. എപ്പോഴും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ലക്നവി വർക്കാണ് അതിൽ കൊടുത്തേക്കുക. ഹെവി ദാമൻ ഓൾ ഓവർ ഫുൾ വർക്ക്, ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഇത് ദുപ്പട്ട നോക്കി. എൻ്റെ ബോർഡറാണ് മെയിൻ ഹൈലൈറ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിലാണേലും, അതായത് ഇങ്ങനെ സൈഡ്സ് രണ്ടും പ്ലെയിൻ ആക്കിയിട്ട് ബോർഡർ കൊടുത്തിട്ട് സെൻറ്ററിൽ നല്ല ഹെവി ആയിട്ടും ദുപ്പട്ടയിൽ വർക്ക് കൊടുത്തേക്കും. നോർമൽ ഇതിൽ നിന്നും കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ദുപ്പട്ട സെറ്റ് ചെയ്തേക്കുക. നല്ല കളർ ഷെയ്ഡ്സ് ആണ്. 4 കളർ ഷെയ്ഡ്സ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇത് വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ലാസ്റ്റ് കളർ വീഡിയോയിൽ കാണുന്ന പോലെ ആയിരിക്കും. അതായത് ഒരു ലെവൻഡറിന് തന്നെ ഒരു ഡസ്റ്റി ടോൺ ആണ്. ഡസ്റ്റി ലെവൻഡർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു വെറൈറ്റി ഷെയ്ഡ്. വർക്ക് സെയിം തന്നെ. റോജൂട്ടാണ്, സോഫ്റ്റ് റോജൂട്ടാണ്. സ്റ്റിഫുള്ള ഫാബ്രിക് അല്ല, വളരെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന റോജൂട്ടിലാണ് ഈ ഒരു ഹെവി ആയിട്ടുള്ള ലക്നവി വർക്ക് ആണ് സെറ്റിന്റെ ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. നല്ല കളർ ഷെയ്ഡ്സ് അല്ല, 4 വെറൈറ്റി ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ്. മെയിൻ ഹൈലൈറ്റ് ടോപ്പിനേക്കാളും ഭംഗിയാണ്, ദാമനിലേക്കാളും ഭംഗിയാണ് എൻ്റെ ദുപ്പട്ട കാണാൻ. അത് ഫുൾ വർക്ക് ഹെവി ദാമൻ ബോർഡറാണ് ദുപ്പട്ടയിലും ചെയ്തേക്കുക. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സേ ഉള്ളൂ. റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.